ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് റെനോ ഡസ്റ്ററിനെ കുറിച്ചാണ്. 2012 റെനോ ഇന്ത്യൻ മാർക്കറ്റിൽ ഡസ്റ്ററിനെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിന്റെ ട്രെൻഡ് വന്നതിന്റെ മെയിൻ കാരണം ഡസ്റ്ററാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡസ്റ്റർ എന്ന് പറഞ്ഞ കാറ് റെനോയുടെ തന്നെ സബ്സിഡിയറി ബ്രാൻഡായ ടാക്ഷിയ എന്ന റൊമാനിയൻ കമ്പനിയുടെ ഒരു കാറാണ്. നമുക്ക് ഇതിനു മുന്നേ ഡാക്ഷിയുടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അതാണ് റെനോ ലോഗൻ, റെനോ മഹീന്ദ്ര ലോഗൻ. ഫസ്റ്റ് മഹീന്ദ്രനെ ഇട്ട് ടൈപ്പ് ആയിട്ടാണ് ഫസ്റ്റ് റെനോ ആദ്യമായിട്ട് ഇന്ത്യക്ക് വന്നത്. അപ്പൊ ഈ വണ്ടിയും ആക്ച്വലി ഡാക്ഷിയുടെ തന്നെയാണ്. പിന്നീട് അത് മഹീന്ദ്ര വെറിറ്റോ എന്ന പേരിലൊക്കെ ഇറക്കി. ഇതുപോലെ തന്നെ ഡാക്ഷിയുടെ മറ്റൊരു വണ്ടിയാണ് ഡസ്റ്റർ. ശരിക്കും ഡസ്റ്റർ വരുന്നതിന്റെ മുന്നേ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത്ര വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സ്കോഡ യെറ്റി അവൈലബിൾ ആയിരുന്നു, അതൊരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ആണ്. പിന്നെ അതുപോലെ സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാറ ഉണ്ട്, ദ റിയൽ ഗ്രാൻഡ് വിറ്റാറ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 20 lakhs കാറ്റഗറിയിൽ പോയി ആ വണ്ടിയൊക്കെ. അത്ര അഫോർഡബിൾ ആയിരുന്നില്ല എല്ലാവർക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് കറക്റ്റ് സമയത്താണ് റെനോ ഡസ്റ്ററിനെ ലോഞ്ച് ചെയ്യണത്. നല്ല അടിപൊളി പ്രൈസിങ്ങും പിന്നെ അതുപോലെ ഇതുവരെ നമ്മൾ കണ്ടുവരാത്ത ടൈപ്പ് ഒരു ഡിസൈൻ വരുന്നത് റെനോ ഡസ്റ്ററിന് ഉണ്ടായിരുന്നത്. 2012 ലോഞ്ച് ചെയ്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 2014-15 ആകുമ്പോഴത്തേനും റെനോ ഡസ്റ്റർ ഭയങ്കര ഹിറ്റായി. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര ഹിറ്റായ ഒരു റെനോയുടെ വണ്ടിയാണ് റെനോ ഡസ്റ്റർ. അതിനുശേഷം ഒരു വണ്ടി റെനോയുടെ അങ്ങനെ ഹിറ്റായിട്ടില്ല. അത്രയ്ക്കും ഹിറ്റായി കാരണം എല്ലാവർക്കും ആ വണ്ടി ഇഷ്ടമായി. അത് ഇന്ത്യൻ റോഡ് കണ്ടീഷന് പറ്റിയൊരു വണ്ടിയാണ്. മാത്രമല്ല അതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങും കംഫർട്ടും നോർമൽ എന്താ പറയുക ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടികളുടെ പോലെ അല്ലായിരുന്നു. ഡസ്റ്ററിന്റെ മുന്നേറ്റം കണ്ടിട്ട് തന്നെയാണ് നിസാനിലും അതേ സെയിം വണ്ടി, റെനോ നിസാൻ അലയൻസ് ഗ്ലോബലി ഉള്ളവരും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ നിസാനിൽ ഡസ്റ്റർ റീബാഡ് ചെയ്തിട്ട് ടെറാനോ എന്നുള്ള മോഡൽ ഇറക്കി. അതും സക്സസ് ആയിരുന്നു. ഭയങ്കര സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഡസ്റ്ററിനേക്കാളും 1 ലക്ഷം രൂപ കൂടുതലായിരുന്നു എല്ലാ വേരിയന്റിലും. പക്ഷെ നമുക്ക് ഡസ്റ്ററിൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം കിട്ടിയിട്ടുള്ളൂ. ടെറാനോയിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഡസ്റ്ററിന്റെ കത്തി നിൽക്കുന്ന സമയമാണ്. ഡസ്റ്റർ എവിടെ നോക്കിയാലും ഡസ്റ്റർ, ഏത് ടൗണിൽ പോയാലും ഡസ്റ്റർ, എല്ലാവരുടെ കയ്യിലും ഡസ്റ്റർ. റെനോ അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി തന്നെ പറയാം. കാരണം ഫോറിൻ കൺട്രീസിലുള്ളവർക്കൊക്കെ അറിയാം റെനോ, അവിടെയും റെനോ ഡസ്റ്റർ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഡസ്റ്റർ ഭയങ്കരമായിട്ട് സക്സസ് ആയി. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഡസ്റ്ററിനെ ഓൾറെഡി അറിയാവുന്നവരും അതുപോലെ ഡസ്റ്റർ എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല സെയിൽസിലൊക്കെ ഭയങ്കര ഹൈ ആയി. റെനോ ഭയങ്കര ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ റെനോക്ക് ഒരു എന്താ പറയുക ഒരു മുഖമുദ്ര എന്നുള്ള പറഞ്ഞ പോലെ ഒരു വണ്ടിയായിരുന്നു റെനോ ഡസ്റ്റർ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഹ്യുണ്ടയും അതുപോലെ സുസുക്കിയൊക്കെ ഓരോ വണ്ടി ഇറക്കി. അതും മെല്ലെ മെല്ലെ സക്സസ് ആയി വരാൻ തുടങ്ങി. ഡസ്റ്റർ ഇങ്ങനെ സക്സസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 2 ബ്രാൻഡുകളുണ്ട്. അവർ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഹ്യുണ്ടൈ അതുപോലെ ഹ്യുണ്ടൈ ക്രെറ്റ ലോഞ്ച് ചെയ്ത്, അതുപോലെ സുസുക്കിയുടെ തന്നെ അവർ എസ് ക്രോസ് ലോഞ്ച് ചെയ്ത്. എസ് ക്രോസ് അവരൊരു ക്രോസ് ഓവർ എന്നുള്ള ബാഡ്ജിൽ തന്നെയാണ് ഇറക്കിയത്. ദ നെയിം ഇറ്റ് സെൽഫ് എസ് ക്രോസ്, അതൊരു ക്രോസ് ഓവർ ആണ്. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ 2 വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങി. ഡസ്റ്ററിന്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡസ്റ്ററിന് 2 എഞ്ചിൻ ഓപ്ഷൻ അപ്പോൾ അവൈലബിൾ ആയിരുന്നു. ഒന്ന് 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. അത് നമുക്ക് 2 പവർ ഔട്ട്പുട്ട്സിൽ അവൈലബിൾ ആയിരുന്നു. ഒന്ന് 85 ഹോഴ്സ് പവറും അതുപോലെ 110 ഹോഴ്സ് പവറും. ഈ 2 പവർ ഔട്ട്പുട്ട്സിലും ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിരുന്നു. ഈ 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിന് അത്രക്ക് പോപ്പുലർ ആയിരുന്നില്ല. കാരണം അത് അത്ര എഫിഷ്യൻറ്റും അല്ല, എന്നാൽ അതിന് മാത്രം പവറും ഇല്ല. അത് ഡീസലിന്റെ 110 ഹോഴ്സ് പവർ ഉള്ള ഡീസൽ ഡസ്റ്ററിന്റെ അത്ര പെർഫോമൻസും അതിനുണ്ടായിരുന്നില്ല. അതിന്റെ ടോർക്ക് ഫിഗേഴ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ ആകെ ഒരു 148 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് മാത്രമുള്ള ആ എഞ്ചിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡസ്റ്റർ ഡീസൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ പേരും സെലക്ട് ചെയ്തത് ഡീസൽ ഡസ്റ്റർ ആയിരുന്നു. നമുക്ക് ഡീസലിൽ 2 ഔട്ട്പുട്ട് ഉണ്ടല്ലോ, 85 ഹോഴ്സ് പവറും 110 ഹോഴ്സ് പവറും. അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഓരോരുത്തർ എടുക്കാൻ തുടങ്ങി. 110 ഹോഴ്സ് പവറിൽ തന്നെ നമുക്ക് 254 ന്യൂട്ടൺ മീറ്റർ വരെ ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ പവർ ഫിഗേഴ്സ്. അത്യാവശ്യം നല്ലൊരു ഡീസൽ എഞ്ചിനാണ്. ഞാനൊക്കെ അത്യാവശ്യം ഓടിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ടെറാനോ ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു എഞ്ചിനാണ്, ഡ്രൈവബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഫസ്റ്റ് ഇനീഷ്യൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ടർബോ കിക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ക്രെറ്റയും അതുപോലെ എസ് ക്രോസും വണ്ടി ലോഞ്ച് ചെയ്തത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ എസ് ക്രോസിൽ വന്നത് ഒരു 1.6 ഡീസൽ ഉണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, അതൊരു മുതലായിരുന്നു. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് 1.6 ഡീസൽ പ്രൊഡ്യൂസിങ് 118 ഹോഴ്സ് പവർ, 118 BHP. ഇപ്പോൾ നമ്മളിപ്പോൾ ഡസ്റ്ററിന്റെ 110 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 108 BHP സംതിങ് ഉണ്ടാവുള്ളൂ. അതുപോലെ 85 ഹോഴ്സ് പവർ എന്ന് നമ്മൾ പറഞ്ഞത് ഒരു 83 പോയിന്റ് സംതിങ് BHP ഉണ്ടാവുള്ളൂ നമ്മൾ BHP കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 118 BHP ആയിരുന്നു എസ് ക്രോസിന്റെ പവർ. മാത്രമല്ല 320 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്ന് വെച്ചാൽ ഹ്യുണ്ടയുടെ 1.6നും കാട്ടിയും അധികം ടോർക്ക്. ഹ്യുണ്ടയുടെ 1.6ൽ വന്നത് 126 BHPയും അതുപോലെ 260 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. അതിനേക്കാളും
60 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കൂടുതലായിരുന്നു എസ് ക്രോസ് ഡീസലിന്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ രണ്ട് വണ്ടികളും ഡസ്റ്ററിനേക്കാളും മുന്നിലായിരുന്നു. പിന്നെ ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമല്ലോ, എന്തായാലും ഒരു വണ്ടി എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമല്ലോ. ഈ വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഡസ്റ്ററും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, അതുപോലെ ടെറാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ഇത് രണ്ട് നമുക്കൊരു ഇതിൽ വിടാം. ഡസ്റ്റർ, ടെറാനോ, അതുപോലെ ക്രെറ്റ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ക്രെറ്റ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവർക്ക് ക്രെറ്റ വേഗം ഇഷ്ടപ്പെടും. കാരണം ലൈറ്റ് സ്റ്റിയറിങ്ങും ലൈറ്റ് ക്ലച്ചും. ഈ റെനോഡിൻ, അതുപോലെ റെനോ ഡസ്റ്ററിന്റെ, നിസാൻ ടെറാനോടി ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ലോങ് ഡ്രൈവ്സിൽ അത് ശരിക്കും ഫീൽ ചെയ്യും. ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആണ്. മാനുവലാണ് ഏറ്റവും കൂടുതൽ അന്ന് ആൾക്കാർ ഓപ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഒക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഭയങ്കര പോപ്പുലർ ആവാൻ തുടങ്ങിയത്. പക്ഷെ അന്നൊക്കെ ഏറ്റവും കൂടുതൽ മാനുവലാണ് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡസ്റ്ററിന്റെയും ടെറാനോടെയും ഈ ക്ലച്ചും സ്റ്റിയറിങ്ങും ഒക്കെ ഭയങ്കര ടൈറ്റ് ആണ്. അത് യൂസ് ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ലോങ് ഡ്രൈവ്സിൽ നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയുക, സിറ്റി ഡ്രൈവ് ഉള്ളവർക്കൊന്നും ഒരിക്കലും കൺവീനിയൻ്റ് അല്ല അതിൻ്റെ ക്ലച്ചൊക്കെ. നമുക്ക് കാല് ചവിട്ടി ചവിട്ടി കാലുമ്പോൾ മസിൽ പിടിക്കും, അത്രയും നല്ല ടൈറ്റ് ആണ്. അത് യൂസ് ചെയ്യണവർക്ക് അറിയാം. അത് യൂസ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. കാരണം ബാക്കിയുള്ളവർക്ക് നമ്മൾ പറയുന്നത് തള്ളാന്ന് വിചാരിക്കരുതല്ലോ. അപ്പൊ ഈ ഒരു സാധനം ക്രെറ്റയിലില്ല. ക്രെറ്റയിൽ ഭയങ്കര ലൈറ്റ് സ്റ്റിയറിങ്ങും അതുപോലെ ലൈറ്റ് ക്ലച്ചും പിന്നെ ഒന്നുകൂടിയും റിഫൈൻഡ് എഞ്ചിനും, സൗണ്ടും കുറവാണ്, പെർഫോമൻസും ഉണ്ട്, മൈലേജും ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറയാനുള്ളതാണ് സർവീസ് നെറ്റ്വർക്കും അതുപോലെ ഡീലർഷിപ്പും. ഈ രണ്ടും ഹ്യുണ്ടായിക്കും അതുപോലെ സുസുക്കിക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് മെയിൻ റീസൺ. അപ്പോൾ കറക്റ്റ് ഭയങ്കര ഇത് ഹിറ്റ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ഡസ്റ്റർ വന്ന സെഗ്മെന്റ് ഓപ്പൺ ചെയ്തു, ആ ഒരു സെഗ്മെന്റിലാണ് ക്രെറ്റ വന്നത്. ക്രെറ്റ എസ് ക്രോസിനേക്കാളും ക്രെറ്റ ഭയങ്കര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ തുടങ്ങി. ക്രെറ്റ പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുമ്പോഴും ഡസ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നുമില്ല. ഡസ്റ്റർ വീണ്ടും ആ സെയിം എഞ്ചിനും സെയിം സ്പെക്കും, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 1.6 പെട്രോൾ മാറ്റിയിട്ട് 1.4 പെട്രോൾ ഇറക്കി. അത് ഓൾമോസ്റ്റ് 1.6 ഉണ്ടായിരുന്ന പോലെ സെയിം ഒരു പവർ ഔട്ട്പുട്ട്സിൽ തന്നെയാണ് കിട്ടിയത്, ഡൗൺ സൈസ് ചെയ്തിട്ട്. അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ കൂടുതലും ക്രെറ്റ ചൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ക്രെറ്റയ്ക്ക് കുറച്ചുകൂടി ഹൈറ്റും ഒക്കെ ഫീൽ ചെയ്യും. അന്നൊരു നല്ലൊരു ഡിസൈനിൽ തന്നെ ഇറക്കിയത്. പിന്നെ ഹ്യുണ്ടൈ ആണ്, ഹ്യുണ്ടൈയുടെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ രണ്ട് വണ്ടി ഡസ്റ്ററിന് അതുപോലെ ക്രെറ്റനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എസ് ക്രോസ് കുറച്ച് ചെറുതായിട്ടാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്തിരുന്നത്. ശരിയാണ്, അത് ഇപ്പം മറ്റേ രണ്ട് വണ്ടിയുടെ അത്ര പ്രസൻസ് എസ് ക്രോസിന് ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. പിന്നെ ആദ്യം ലോഞ്ച് ചെയ്ത എസ് ക്രോസും ഡിസൈൻ വൈസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡിസൈൻ വൈസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലുക്ക്. പിന്നെ അതിനുശേഷം അപ്ഡേറ്റ് ചെയ്ത മോഡലാണ് ഭയങ്കര പോപ്പുലർ ആയത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ എസ് ക്രോസ് ആരും മൈൻഡ് ചെയ്തിട്ടില്ല, അത് പോട്ടെ. നമുക്ക് ഡസ്റ്ററിന് അതുപോലെ ക്രെറ്റനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്രെറ്റ ചൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രെറ്റ ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഡസ്റ്ററിൽ ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും പോപ്പുലർ ആയിരുന്നു ഡസ്റ്റർ. ആ ഒരു സ്ഥാനം പിന്നീട് ക്രെറ്റ ഏറ്റുവാങ്ങിയ സംഭവമാണ് നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ ക്രെറ്റയിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുപോകണേ. ക്രെറ്റയിൽ പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നു, അതുപോലെ സെക്കൻഡ് ജനറേഷൻ വന്നു. അപ്പോഴും ഡസ്റ്റർ ഫസ്റ്റത്തെ അതേ ലുക്കിൽ തന്നെയായിരുന്നു. ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ട് ആദ്യത്തെ അതേ ലുക്കിൽ തന്നെയായിരുന്നു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡസ്റ്ററിന്റെ ആധിപത്യം കുറയാൻ തുടങ്ങി. അത് പിന്നെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റുകളിൽ പുതിയ ആൾക്കാർ വന്നു, സെൽറ്റോസ് വന്നു. ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഡസ്റ്ററിന്റെ സെയിൽസ് ഇല്ല, അങ്ങനെ തന്നെയായിരുന്നു. കിയ ലോഞ്ച് ചെയ്ത സമയത്ത് സെൽറ്റോസ് വന്നു, പിന്നെ ഫോക്സ് വാഗന്റെ ടൈഗൂണ്, സ്കോഡ കുഷാക്ക്, ഇതൊക്കെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് എന്നുള്ള കാറ്റഗറിയിൽ പുതിയ പുതിയ വണ്ടികൾ പുതിയ പുതിയ അപ്ഡേഷൻസിൽ വന്നു. അപ്പോൾ ഡസ്റ്ററിന്റെ പേര് മെല്ലെ മെല്ലെ മാഞ്ഞു പോണ ഒരു സംഭവമാണ് നമ്മളെല്ലാവരും കണ്ടത്. കാരണം അവരുടെ സർവീസ് നെറ്റ്വർക്ക് കുറച്ച് പോറാണ്, അത് നമുക്കറിയാം. റെനോയുടെ സർവീസിനെ പറ്റി അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. പൊതുവേ ഭയങ്കര സർവീസ് കോസ്റ്റാണ് വണ്ടികൾക്ക് വരിക. ഇപ്പോൾ ഡസ്റ്റർ പോട്ടെ, റെനോയുടെ തന്നെ പൾസ് എടുത്തോ, ഇപ്പോൾ നിസാൻ മൈക്ര, ഈ ഒരു വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഈ റെനോയിൽ യൂസ് ചെയ്ത് ഡസ്റ്ററിൽ യൂസ് ചെയ്ത 1.5 ഡീസൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പല സ്റ്റേറ്റ് ഓഫ് ട്യൂണിംഗ് ആണ് ഈ എഞ്ചിനിൽ വരുന്ന പവർ ഔട്ട്പുട്ട്സുകൾ. ഇപ്പോൾ സെയിം 110 HP ഉള്ള ഡസ്റ്ററിൽ യൂസ് ചെയ്യണത് തന്നെയാണ് 65 HP ഉള്ള മൈക്രയിലൊക്കെ യൂസ് ചെയ്യണ എഞ്ചിൻ. അപ്പോൾ അത് പല സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഇപ്പോൾ സർവീസ് കോസ്റ്റ് സ്വാഭാവികമായിട്ട് കൂടുതൽ തന്നെ ആയിരിക്കും. അങ്ങനെ പിന്നെ 2020 ആകുമ്പോഴേക്കും BS6 എമിഷൻ നോംസ് വന്നു, ആകെ ഇടങ്ങേറായി. ആ ഒരു സമയത്ത് റെനോ അവരുടെ DC എഞ്ചിൻ എന്നേക്കുമായി നിർത്തലാക്കി. എന്നിട്ടും റെനോ പിടിവിട്ടില്ല. ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഡസ്റ്ററിന്റെ സെക്കൻഡ് ജനറേഷൻ വണ്ടി കിട്ടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അവർ ആ പഴയ ഡിസൈൻ വെച്ച് കുറേ കാലം ഓടി. അവർ നമുക്ക് ആദ്യം മുതലേ തന്നുകൊണ്ടിരുന്ന അതേ വണ്ടി തന്നെ തന്നുകൊണ്ടിരുന്നത്, ചെറിയ ചെറിയ മൈനർ അപ്ഡേഷൻസ് കൊടുത്തിട്ട്. പക്ഷെ അതൊന്നും കോമ്പറ്റീഷനിൽ നിലനിൽക്കാൻ പാകത്തിനുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷെ ഇതിലൊന്നും റെനോ വീണില്ല.
ലാസ്റ്റത്തെ ഒരു ഐറ്റം കൂടെ നോക്കാന്നുള്ള നിലയിലാണ് ലാസ്റ്റ് ഇറങ്ങിയ റെനോ ഡസ്റ്റർ 1.3 ടർബോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. അതൊരു 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് ഉണ്ടാക്കിയിരുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 154 ഹോഴ്സ് പവറും അതുപോലെ 254 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യുണ്ടയിലായാലും അതുപോലെ ഫോക്സ്വാഗൻ ഗ്രൂപ്പിലായാലും ഉള്ള ടർബോ എഞ്ചിൻസിനൊക്കെ എന്താ പറയുക, ബീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു എഞ്ചിനായിരുന്നു അത്. ആ ഒരു എഞ്ചിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് റെനോ ഡസ്റ്ററിൽ മാത്രമല്ല, മെഴ്സിഡീസ് ബെൻസിന്റെ എ ക്ലാസ്സിലും അതുപോലെ GLAയിലൊക്കെ വന്ന സെയിം എഞ്ചിനായിരുന്നു അത്. റെനോ ഡെയിംലറൊക്കെ ചേർന്ന് നിർമ്മിച്ച ഒരു എഞ്ചിനും കൂടിയിട്ടായിരുന്നു അത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ കാർ തന്നെയാണ്. അത് നോർമൽ ഡസ്റ്ററിന്റെ ക്യാരക്ടർ അല്ല. 0-100 ഒക്കെ അണ്ടർ 10 സെക്കൻഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു ആ റെനോ ഡസ്റ്റർ 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ. പക്ഷേ അപ്പോഴേക്കും ഡസ്റ്റർ ഇനി ഇല്ലാന്ന് ഇന്ത്യക്കാർ എഴുതി തള്ളിയ പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വളരെ കുറവ് ബയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് യൂണിറ്റ് അത് വിറ്റ് പോയിട്ടുള്ളൂ. അതൊരു നല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിച്ച ഏറ്റവും അടിപൊളി ഡസ്റ്റർ ആയിരുന്നു നമുക്ക് അതിനെ പറയാം. ഇനി നമുക്ക് 2025 റെനോ ഡസ്റ്ററിനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ പറ്റും. കാരണം കേരളത്തിൽ തന്നെ റെനോ ഡസ്റ്ററിന്റെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ ഫോട്ടോസ് കണ്ടായിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ബൈഫ്യൂൽ എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഫ്യൂൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഫ്യൂല്. അപ്പോൾ ഒന്നല്ലെങ്കിൽ LPG ആവാം, CNG ആവും, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ. അപ്പോൾ നമുക്ക് പെട്രോളിലും അല്ലെങ്കിൽ CNGയിലും ഓടാൻ പറ്റുന്ന ഒരു വണ്ടി. അത് ഉണ്ടാക്കണ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 ഹോഴ്സ് പവർ ആണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന്, 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിന്, 4 സിലിണ്ടർ അല്ല 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിന്. അത് ഒരു 130 ഹോഴ്സ് പവർ ആണ് ഉണ്ടാക്കുന്നത്. 130 ഹോഴ്സ് പവർ. അതിലാണ് നമുക്ക് 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നുള്ളത് ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് അവർ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റിലാണ് അത് കൊടുത്തിട്ടുള്ളൂ. അതിൽ നമുക്ക് 4 വീൽ ഡ്രൈവും അവൈലബിൾ ആയിട്ടില്ല. അതിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 HP ആണ്. അപ്പോൾ ഈ ഒരു പവർ ഔട്ട്പുട്ട്സിലാവും ചിലപ്പോൾ ഡസ്റ്റർ ഭാവിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് കോമ്പാക്ട് SUV നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടംപോലെ വണ്ടിയായി. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, MG ആസ്റ്റർ, അതുപോലെ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാറ, ടൊയോട്ട ഹൈറൈഡർ, ഫോക്സ്വാഗൻ ടൈഗൂൺ, സ്കോഡ കുഷാക്ക്. ഇതിൽ തന്നെ കൂപ്പെ SUV ആയിട്ട് ഇപ്പോൾ ടാറ്റ കർവും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സിട്രോയിൻ ബസാൾട്ടും. ഇനി ഡസ്റ്ററിനെ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിട്ടാണ്. പക്ഷേ നമ്മൾ മിസ് ചെയ്യണത് എന്താ, അതിൽ ഡീസൽ എഞ്ചിൻ ഉണ്ടാവില്ല. ഇനി ഫുള്ള് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസിലായിരിക്കും അത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളൊരു എന്താ പറയുക, ഡസ്റ്റർ നമുക്ക് അത്രയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയുടെ ഒരു ഗ്രേറ്റ് ഫോളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇതിലിടുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വിൽ സീ വിത്ത് അനദർ വീഡിയോ.